പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെന്ന് തിങ്കളാഴ്ച നമുക്ക് ബിസിനസ്സിൻ്റെയും തൊഴിലുകളിലെയും ഒരുപാട് ധൃതിയിലും തിരക്ക് പിടിച്ച ജീവിത രീതിയിലൊക്കെ ആണെങ്കിൽ പോലും എല്ലാം ദൈവത്തിന് ഒരു പ്രഭാതം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. നമുക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ചെറിയ പ്രയർ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക: നല്ല പ്രഭാതം തന്നതിനോട് നന്ദി പറയുന്നു. ഈ പ്രഭാതം നാളെ പ്രഭാതം വരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആര് എന്നോട് സംസാരിച്ചാലും ഞാൻ ആരോട് സംസാരിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം സംസാരിക്കട്ടെ. യാതൊരുവിധ തിന്മകൾ, അശുദ്ധി അവളൊന്നും ഞങ്ങളിലേക്കോ ഞങ്ങളുടെ മനസ്സിലേക്കോ പ്രവൃത്തികളിലേക്കോ കടന്നു വരാതെ ഞാനാകുന്ന എൻ്റെ ഭവനത്തെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെയും ദൈവമേ കൈകൾ നീട്ടി അങ്ങയുടെ തൃക്കരം നീട്ടി അവരെ അനുഗ്രഹിക്കണമേ. ഒപ്പം എൻ്റെ കൂടെയുള്ളവരെന്നെ എൻ്റെ ഭവനത്തിലായിരിക്കുന്നവരെയും ബദേൽ മാതാവിൻ്റെ ടീം മെമ്പേഴ്സിനെയും ടീമിനെയും ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. വീണ്ടും സ്നേഹമുള്ളവരെ, 90-ാം സങ്കീർത്തനത്തിൽ 14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ പ്രഭാതത്തിൽ ദൈവമേ, ഈ പ്രഭാതത്തിൽ എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ ആയുഷ്കാലം മുഴുകെ ഞാൻ ആർത്തുല്ലസിക്കട്ടെ. ആനന്ദത്താൽ എന്നെ വഴി നടത്തണമേ. കർത്താവെ, ഒരു കഴുകനെ പോലെ ഉയർന്ന് പറക്കുവാനായിട്ട് എൻ്റെ ജോലികളിലും പ്രവർത്തനങ്ങളിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും പഠന കാലഘട്ടങ്ങളിലും പഠന മേഖലകളിലും ഈശോയെ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ. സന്യസ്ത ജീവിതത്തിലും പൗരോഹിത്യ ജീവിതത്തിലും കർത്താവെ അവിടെ നിന്ന് ഒരു കൈ താങ്ങണമേ, ഒരു കൈ സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് കൂടിയായിരിക്കുന്നവർക്കും അവിടെ നിന്ന് നൽകണമേ. അത്രയും പ്രാർത്ഥിക്കുക. ഒരു കുറഞ്ഞത് അവിടെ വെച്ച് ഒരു 10 മണിയെങ്കിലും ജപമാലയുടെ ഒരു രഹസ്യം ചെല്ലുക. ബാക്കി സമയം കണ്ടെത്തുക. ഒപ്പം ദൈവവചനം വായിക്കുക. അവിടുന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ വഴി നടക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദകരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഈ ഒരു പ്രയർ എക്സസൈസിലേക്ക് വരണമെങ്കിൽ നല്ല കുമ്പസാരത്തിലൂടെ, പാവങ്ങളോർത്തുള്ള പശ്ചാത്തലത്തിലൂടെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ, അനുദിനം വിശുദ്ധ കുർബാന, ബൈബിൾ വായന, പഠനം, ജപമാലയിലൂടെ നമ്മൾ ദൈവികമായി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹ റോമാക്കാരുടെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ പുത്രനും പുത്രിമാരുമാണെന്ന്. കർത്താവിൻ്റെ മക്കളെ, ഞാനിത് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവത്തെ അറിഞ്ഞ മക്കൾ പലരും പറയാറുണ്ട്: ബ്രദറെ, ഞാൻ ആയിരിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഹോസ്റ്റലായിരിക്കാം, ജോലി സ്ഥാപനങ്ങളായിരിക്കാം, 10, 200, 100 അല്ലെങ്കിൽ റൂമിലാണെങ്കിൽ ഒരു 5-8 പേര് അങ്ങനെ കടങ്ങുന്ന സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ ആ സമയങ്ങളിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ലോകത്തിൻ്റെതായ വ്യഗ്രതകളും ചിന്തകളും ആയിരിക്കാം. ചിലപ്പോൾ ഒരാൾ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവർ എപ്പോഴും കുറ്റം പറയുക, കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് വേദനയോടെ ദൈവമക്കൾ വിളിച്ച് പറയാറുണ്ട്: പ്രാർത്ഥിക്കണേ ബ്രദറേന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തോത്രം, ഈശോയ്ക്ക് ആരാധന. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മോനെ മോളെ നീ വിഷമിക്കരുത്. നീ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. സങ്കീർത്തനം 34:5 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന്. അവൻ ലജ്ജിതനാകുകയില്ല. ലജ്ജിതനാകാതിരിക്കാൻ വേണ്ടി അവന് ചുറ്റും യൂതന്മാരുടെ, കാവൽ മലാഹമാരുടെ ഒരു പാളയം അടിക്കുകയാണ്. അവിടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. അവന് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. മക്കളെ, അതുകൊണ്ടാണല്ലോ ഒരു നീതിമാനുള്ള ഒരു ഭവനമാണെങ്കിൽ, ഒരു ദേശമാണെങ്കിൽ, ഒരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ അന്തഃച്ഛിത്തം വരികയില്ല, അശുദ്ധി വരികയില്ല.
അങ്ങനെ വരാൻ ദൈവം അനുവദിക്കില്ല. കാവൽ മലാഹയെ ഏർപ്പെടുത്തി, കാവൽ മലാഹയെ നിർത്തി സംരക്ഷണം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക്, ദൈവത്തിലായിരിക്കുന്നവർ, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ. ഹല്ലേലൂയ. അതേസമയം ലോകമോഹങ്ങളാണെങ്കിൽ എന്താവും? ലോകമോഹങ്ങളിലാണ്, ദൈവത്തെ വിളിക്കുന്നില്ല, അതിനന്വേഷിക്കാൻ സമയമില്ല. ലോകമോഹങ്ങൾ അത് പിശാചിൻ്റെ ലോകമാണ്, സാത്താൻ്റെ ലോകമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? 1 പത്രോസ് 5:5 മുതലുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ 5:8 പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിന്റെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ, ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അലറുന്ന സിംഹത്തെ പോലെ, കണ്ടോ? അപ്പം അവന് സ്വസ്ഥതയില്ല. ആരെ വിട്ടിൽ വീഴ്ത്തണം? മദ്യം കഴിക്കാത്തവനെ നിർത്തിയെന്ന് പറഞ്ഞാലും വായക്കൂടെ കുത്തിക്കാറ്റാന്ന് വേണ്ടി നോക്കും. നീ കുടി നിർത്തിയല്ല, വേണ്ട, സാരല്ല, കഴിക്കണ്ട, ഓക്കെ, നല്ല കാര്യം, എന്നാലും വിടുവോ? ഒരു കാര്യം ചെയ്യ്, നീ ഞങ്ങൾ കഴിക്കുമ്പോൾ അവിടെ നിന്നൊരു കമ്പനിക്ക് വാടാ, 2 കഷ്ണം ബീഫൊക്കെ കഴിക്കാമല്ലോ, അത് മാത്രം കഴിച്ചാൽ നീ കഴിക്കണ്ട, നീ വാ. പാവ സാഹചര്യത്തിലേക്കാണ് പിശാച് ന്യൂട്രൽ. മക്കളെ, ദൈവമുണ്ട്, ഒപ്പം പിശാചുമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല. നിന്നിൽ വിശുദ്ധിയുണ്ടോ? വിശുദ്ധി ഇല്ലെങ്കിൽ എങ്ങനെ വിശുദ്ധി കരസ്ഥമാക്കാം? ധ്യാനത്തിന് പോവാ. ഒരു നല്ലൊരു ധ്യാനം, ഏതൊരു വൈദികര് സിസ്റ്റേഴ്സും വർഷത്തിലവർക്ക് ധ്യാനം ഉണ്ടോ? പോകുന്നുണ്ടോ? വാർഷിക ധ്യാനം ഉണ്ടവർക്ക്. നമ്മളെപ്പോലുള്ള ഒരു 6 മാസമെങ്കിലും കൂടും ഒരു ധ്യാനം. നമ്മളെപ്പോലുള്ളവരൊക്കെ 1, 2, 3 ധ്യാനമൊക്കെ അടുപ്പിച്ചാണ് കൂടുക. അപ്പോൾ ഒരു ലെവലാവും, പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ദൈവത്തെ കൂടാതെ, എന്നെ കൂടെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. മോനെ മോളെ, ജീവിതം ചെറുതാണ്, മരണം ഉറപ്പാണ്, നിത്യജീവൻ വളരെ വലുതാണ്. നിത്യജീവൻ വളരെ വലുതാണ്. നിത്യജീവൻ വളരെ വലുതാണേ. ഈ കാണുന്നതെല്ലാം പെസകയാണ്, എല്ലാം കടന്നു പോകും. എന്നാൽ ദൈവകൃപ മാത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം, ദൈവത്തിൻ്റെ കരുണ മാത്രം, ദൈവപ്രവർത്തനം മാത്രം, ദൈവത്തിൻ്റെ ഹിതം മാത്രം, ദൈവത്തിനായിരിക്കുന്നവർക്ക് മാത്രം എന്നും എപ്പോഴും അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പുതിയൊരു സൃഷ്ടി. അവനെതിരെ ഒരു തിന്മയും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഹല്ലേലൂയ. ഇതെങ്ങനെ മനസ്സിലാവും ദൈവം നിന്നിൽ വസിക്കുന്നുണ്ടെന്ന്? എവിടെ പോയാലും ഒരു തടസ്സവും ഉണ്ടാവില്ല. കിട്ടാൻ തടസ്സമുണ്ടെന്ന് പറയുന്നിടത്ത് നിനക്കായി കാത്തിരിക്കുന്ന കർത്താവ് അവിടെ ഉണ്ടാവും. നിനക്കായി വഴി തുറന്നു വെച്ച കർത്താവ് അവിടെ ഉണ്ടാവും. അവർ വിശ്വാസം നിനക്ക് വേണം. വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ട്. കക്കാൻ പോകുന്നവനക്കും വിശ്വാസമുണ്ട്, പല പാവം ചെയ്യാൻ പോകുന്നവനും വിശ്വാസമുണ്ട്. അതൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പക്ഷേ സ്നേഹമുള്ളവരെ, നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി വഴിയൊരുക്കി വെയിറ്റ് ചെയ്യുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പാവങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം, മാപ്പ് ചോദിക്കാം. കർത്താവേ, മക്കളെ ആശീർവദിക്കണമേ, ഇവരുടെ തൊഴിലിനെ അനുഗ്രഹിക്കണമേ, ഇവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എല്ലാം കാണണമേ, എല്ലാം അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കർത്താവെ, ഓഗസ്റ്റ് 14 താമസമുള്ള ധ്യാനമുണ്ട്. നിങ്ങൾ അതിലേക്ക് വരിക, പ്രാർത്ഥിക്കാം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.